മസാല ഫ്രൈ ഉണ്ടാക്കുന്ന രീതി നോക്കാം. സാധാരണ നമ്മൾ ചിക്കൻ കറി നമ്മൾ വെക്കുമ്പോൾ തക്കാളി നമ്മൾ ചിക്കൻ കറിയുടെ കൂടെ ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഈ കറിയിലെ എങ്ങനെയെന്ന് വെച്ചാൽ തക്കാളി നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങനീരും ചേർക്കുന്നുണ്ട്. അത് നമ്മൾ കറിയുടെ ഏറ്റവും ആദ്യം ചേർക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 വലിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെയും നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ചേർക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു തക്കാളി ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഈ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചതച്ചെടുത്ത കുരുമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് വേണം, നാരങ്ങ നീര് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതിന് കറിയാക്കാന്ന്. ഇനി നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഉണക്കമുളക് ചേർക്കാം. ഈ ഉണക്കമുളക് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൊരിയണം. അപ്പോൾ ഉണക്കമുളക് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചി ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളറാവണം. അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ആ മഞ്ഞളുടെ പച്ചക്കുത്തൊന്ന് പോയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം. ഞാൻ ഇവിടെ ചതച്ചെടുത്താണ് കുരുമുളകാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. ഈ ഗരം മസാലയിൽ നിന്ന് 1/4 ടേബിൾ സ്പൂൺ മാത്രം നമുക്ക് ഇപ്പോൾ ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് കറിയുടെ ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചാൽ മല്ലിയിലയിൽ നിന്ന് കുറച്ച് നമുക്ക് ഇപ്പോൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. തീ ചെറുതായിട്ട് കുറച്ച് വെക്കാം. ഇതൊരു നാരങ്ങയുടെ മുഴുവൻ നീര് ചേർക്കണ്ട, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗരം മസാലയും പിന്നെ ജീരകത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ എണ്ണയിലിട്ടിട്ട് നമ്മൾ വഴക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഗരം മസാലയും പിന്നെ ജീരകത്തിൻ്റെ പൊടിയും ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവാൻ കുറച്ച് വെള്ളം ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കറി നമുക്ക് വേവിക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് കറി നമുക്ക് മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം.
ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ കറി നമുക്ക് വേവിക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കാം. ഇതിൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും നാരങ്ങനീര് ചേർക്കാം. ഇനിയാണ് നമ്മൾ ഈ കറിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം തക്കാളി ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഈ കറിയിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിടാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. നമ്മൾ ബാക്കി എടുത്ത് വെച്ചേക്കണം 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഈ കറി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ കറിയിലെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് വരെയും വേണം. ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വാടുകയും വേണം. ഈ കറിയിലെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി എടുത്ത് വെച്ചേക്കണ മല്ലിയില ചേർക്കാം. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.